നമ്മുടെ എല്ലാം ഉള്ളിൽ കുസൃതിയും കൗതുകവും ഒക്കെ ഉള്ള ഒരു കുട്ടിയുണ്ട്. ചില ആക്ടേഴ്സിന് അവർ ഗ്രൂ അപ്പ് ചെയ്താൽ ആ കുട്ടി അങ്ങനെ മാറാതെ നിൽക്കും. അതിന് എക്സാമ്പിളാണ് ഉർവശി, മോഹൻലാൽ, ബേസിൽ എന്നിവർ. ആ ശ്രേണിയിലുള്ള മലയാളിക്ക് എപ്പോഴും ആ രീതിയിലൊരു ഇഷ്ടമുള്ള ഒരാളാണ് നസ്രിയ നസീം. അവരുടെ പുതിയ സിനിമ വരുന്നു. ബേസിൽ ജോസഫും നസ്രിയ നസീമും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയെ പറ്റി സംസാരിക്കാൻ ആ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങളായി എത്തുന്ന സിദ്ധാർത്ഥ് ഭരതൻ, ദീപക് പറമ്പോൾ, പൂജ എന്നിവരാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഈ സിനിമ അനൗൺസ് ചെയ്തതിന് മുമ്പേ ഈ പ്രേമലുവിന്റെ സമയത്ത് പറഞ്ഞിരുന്നു ബേസിലിനെയും നസ്രിയനെയും വെച്ചൊരു സിനിമ ഉണ്ടാക്കാനാണ് ആദ്യം ഗിരീഷ് ഷെഡിയോട് പറഞ്ഞത്. അപ്പൊ അന്ന് കൊടുത്ത ഡേറ്റുകൾ പിന്നെ ഹാപ്പി അവേഴ്സിന് കൊടുത്തതാണോ സൂക്ഷ്മദർശിനി? നല്ല ക്വസ്റ്റ്യൻ. അല്ല, ആക്ച്വലി അത് ഡേറ്റ്സിന്റെ അവിടം വരെ ഒന്നും എത്തിയില്ല. അതിനു മുമ്പേ അത് മാറിയായിരുന്നു. അപ്പം അങ്ങനെയല്ല സൂക്ഷ്മദർശിനി വന്നത്. സൂക്ഷ്മദർശിനിയുടെ കാസ്റ്റിംഗ് പോലും ആദ്യം ഞാനും ബേസിലും അല്ലായിരുന്നു. അതിലൊരുപാട് വേറെ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ കറങ്ങിത്തിരിഞ്ഞ് നമ്മളിലേക്ക് എത്തിയതാണ്. ഈ സിനിമയുടെ പോസ്റ്റേഴ്സും അതുപോലെ ഇതിന് പുറത്തു വരുന്ന കണ്ടന്റ് ഒക്കെ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ഷെർലക് ഹോംസിനൊക്കെ പോലെ വളരെയധികം ഹൈ ഒബ്സർവേഷണൽ സ്കിൽസ് ഉള്ള അങ്ങനെ രണ്ടാളുകളായിരിക്കും, അങ്ങനെ രണ്ട് കപ്പിളുകളായിരിക്കും. ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? കുറച്ചൊക്കെ സത്യമുണ്ട് അല്ലേ? കപ്പിളുകളായിരിക്കുന്നുണ്ടോ? സത്യമുണ്ട്. അതെ, സത്യമുണ്ട്. കുറച്ചൊന്ന് എലാബറേറ്റ് ചെയ്യാമോ? ഇറ്റ് ഹാസ് എ ലോട്ട് ടു ഡു വിത്ത് പ്രിയദർശിനി എന്ന് പറയുന്ന എൻ്റെ ക്യാരക്ടർ. ആക്ച്വലി അവളുടെ ഒരു വിഷൻ, ഹൗ ഷീ സീസ് തിങ്സ്, ഒരു മൈന്യൂട്ടായിട്ടെല്ലാം കാണുന്ന അങ്ങനെ ഒരു ക്യാരക്ടറൈസേഷൻ ഉള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് അവളുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരും അതേ ട്രാപ്പിലേക്ക് വീണ് അതേ ബിഹേവിയറും പിക്കപ്പ് ചെയ്ത് അങ്ങനെ ഒരു ഇറ്റ് ഹാസ് ടു ഡു വിത്ത് മൈ ക്യാരക്ടേഴ്സ് ഒരു സ്വഭാവം. അധികവും കണ്ടിട്ടുള്ളതൊക്കെ സീരിയസ് ആയി സംസാരിക്കുന്ന സീരിയസ് ആയ സിനിമകളിലാണ്. അതിൽ നിന്നൊരു ബ്രേക്ക് ആണോ സൂക്ഷ്മദർശിനി? എനിക്ക് തോന്നുന്നു എവ്രിബഡി വിൽ ബി സർപ്രൈസ് ഇതിനെ കാണുമ്പോൾ. ഇതിന്റെ ഒരു പോസ്റ്റർ അങ്ങനെ പേജിലൊന്നും കണ്ടില്ല, ചുമരകളിൽ ഒട്ടിച്ച് കണ്ടു. ഈ ബ്രേക്കിംഗ് ബാഡിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന പോലെ ജെസി പിങ്മാനും വാൾട്ടർ ഹൈറ്റ് ഒക്കെ നിൽക്കുന്ന പോലെ ഇതൊക്കെ വെച്ചിട്ട് ആ സീരീസിനെ ട്രോളുന്നതാണോ അതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പടത്തില്? ഞാൻ ഇപ്പൊ പറഞ്ഞ അതിന്റെ സുഖം പോലേ അത് കാണുമ്പോൾ ഞാൻ ട്രോള് വേണമെങ്കിൽ തന്നെ ബിഫോർ ഹാൻഡ്, അതായത് അത് തിയേറ്ററിൽ കണ്ട് മനസ്സിലാക്കുക എൻ്റെ ഒരു പ്രസക്തി. നിങ്ങൾ കാണുന്ന എല്ലാം പടമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഈ പടമായിട്ട് പുറത്തു വരുന്നത്. ഇറ്റ് ഹാസ് ടു ഡു വിത്ത് ദ മൂഡ് ഓഫ് ദ ഫിലിം ഓർ ക്യാരക്ടേഴ്സ് ഓഫ് ദ ഫിലിം. അങ്ങനെ തന്നെയാണ്. ഫഹദിന്റെ ഇന്റർവ്യൂവിനകത്ത് ഉള്ള ഉത്തരങ്ങള് ആളുകള് കുറെ ചർച്ച ഉത്തരങ്ങൾ ഇപ്പം എന്താ പറയാ, എല്ലാ ആളുകൾക്കും ഒരേ സ്പേസ് ഉണ്ട്, അത് അവർക്ക് കൊടുക്കണം എന്നുള്ള കാര്യം, എനിക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ കാര്യം. ഇപ്പൊ അതൊക്കെ ഭയങ്കര ഡീപ്പായിട്ട് ഇങ്ങനെ ആലോചിച്ച് ഒരു സ്കോളറൊക്കെ പറയുന്ന പോലെയൊക്കെയാണ് നമുക്ക് മനസ്സിലായിട്ടുള്ള പല ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നതൊക്കെ. അത്രയും അധികം അദ്ദേഹം വായിക്കുന്ന കാരണമാണോ അതോ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന കാരണമാണോ? എവിടുന്നാ ഈ ഇത്രയും റിഫൈൻഡ് ഉത്തരങ്ങൾ വരുന്നത്? അപ്പം ഫഹദിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഫസ്റ്റ് ഡേ ഓവർ നൈറ്റ് സ്റ്റാർ ഓർ ഹിറ്റ് ഓർ വാട്ട് എവർ ഫഹദ് പഠിച്ചു. സോ ഐ തിങ്ക് ഓൾ ദോസ് ലെസൺസ് കം ഫ്രം ഫെയിലിയേഴ്സ് ഓൾസോ. അപ്പം അതുകൊണ്ടായിരിക്കും പുള്ളി എല്ലാവർക്കും അവരുടേതായ സ്പേസും ഇതുമൊക്കെ ഉണ്ട്. ആരും ലൈക്ക് യു നോ ഷുഡൻറ്റ് ബി ലുക്ക് ഫോർവേഡ് എന്നുള്ളതായിരിക്കും. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. വായിക്കുന്ന ആളാണ്, but it's about how he's seen life and and his learnings. എനിക്ക് തോന്നുന്നു എല്ലാ ആളുകളും ഈ നസ്രിയ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ചിരിയും ഒക്കെ ഈ ഹാപ്പി പേഴ്സൺ ആണ് നസ്രിയ എന്നുള്ളൊരു ഔട്ട്ലുക്ക് ഞങ്ങൾക്ക് പൊതുവിലുണ്ട്, എല്ലാ ആളുകൾക്കും ഉണ്ട്. ഇത് ഈ ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ, ഇതിന്റെ പിന്നിലത്തെ ഒരു തോട്ട് പ്രോസസ് എന്താ? ഒന്നും ബാധിക്കാതിരിക്കുന്നതാണോ അതോ ബാധിക്കുന്നത് അങ്ങനെ ഉള്ളിലേക്ക് എടുക്കാത്തതാണോ? ലൈഫ് ഇസ് ടു ഷോർട്ട് എന്നുള്ളതാണ് ശരിക്കും. അതാണ്. സോ ലിവ് ഇൻ ദ മൊമെന്റ് ആൻഡ് ലെറ്റ്സ് ലിവ് എന്നുള്ളതാണ്. ജസ്റ്റ് ദാറ്റ്. അല്ലാതെ വേറെ ഓഫ് കോഴ്സ് ഐ ഹാവ് ബാഡ് ഡേയ്സ്, അങ്ങനെ എല്ലാ ഹ്യൂമൻസിനെയും പോലെ. ബട്ട് ജനറലി ഐ ട്രൈ ടു ഗെറ്റ് ഓവർ ദാറ്റ് ബാഡ് ഡേയ്സ് ഓർ സാഡ് മൂഡ് ഓർ. അതുകൊണ്ട് എൻ്റെ മറ്റു സൈഡ് കണ്ടിട്ടുണ്ട്. ഈ കോമഡി ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന റിയാക്ഷൻസ് ആണ് ഇമ്പോർട്ടന്റ്. ഇത്രയും സിനിമകൾ ചെയ്തത് എന്താ മനസ്സിലായിട്ടില്ല, അതോ കൗണ്ടർ അടിക്കുക എന്നുള്ളതാണ് എന്താ ശരിക്കും കോമഡിയിൽ ഇമ്പോർട്ടന്റ്? ആള് ചിരിക്കുക എന്നുള്ളതല്ലേ. നമ്മളെന്ത് റിയാക്ഷൻ കൊടുത്താലും അത് പറയാൻ പറ്റില്ല, ആൾക്കാർ തിയേറ്ററിൽ എങ്ങനെ കാണുന്നു അനുസരിച്ച് ചെയ്യും. ഇപ്പം ആ സിനിമകളിലൊക്കെ ചിരിച്ചിട്ടുണ്ട്, കാരണം അത് നന്നായിട്ട് എഴുതിയ നന്നായിട്ട് ഷൂട്ട് ചെയ്ത സിനിമകളായതുകൊണ്ട്.
ഇതിലങ്ങനെ എൻ്റെ ക്യാരക്ടർ കോമഡി ഒന്നുമല്ല. അപ്പം ചിലപ്പോൾ ഇല്ല അല്ലേ, അഭിനയിച്ച് ബോറാക്കിയിട്ട് ഇല്ല, കുഴപ്പമില്ല, ചിരിക്കില്ല. ഈ ജെന്റിൽമാൻ ഹസ്ബൻഡ് ആണ്. നല്ലൊരു ഹസ്ബൻഡ് ആണല്ലേ, നല്ലൊരു എനിക്ക് തന്നെ എന്നെ കണ്ടിട്ട് ചില സമയത്ത് ദീപക് കല്യാണം കഴിഞ്ഞ ഉടനെ ഫ്രഷ് സുഡുസുഡാ ഭർത്താവായിട്ട് അഭിനയിക്കാൻ. സോ അറ്റമറി വെളിച്ചത്തിലൊക്കെ വളരെ ഡീസന്റ്, അത്ര ഡീസന്റ് അല്ല. ഇത് ചിലപ്പോ അപർണ കാണുമ്പോ ഇങ്ങനെയൊക്കെ ആയിക്കൂടെ ചിലപ്പോ ചോദിക്കുമായിരിക്കും. ഞാൻ പറയും, അത്രേ ഉള്ളൂ. പൂജയുടെ നോട്ടങ്ങള് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ചിരി ഉണ്ടാക്കാറുണ്ട്. ഇപ്പം ആവേശത്തിലാണെങ്കിലും ശരി, രോമാഞ്ചത്തിലാണെങ്കിലും ശരി. അപ്പൊ ആ നോട്ടത്തിന് ഒരു കുറച്ച് എക്സെൻട്രിസിറ്റി കൂടി ഉണ്ട്. ഈ മറക്കൻ ദേശ്പാണ്ഡെ ഒക്കെ നോക്കുന്ന പോലത്തെ നോട്ടം ഉണ്ട് അതിന്. അതിന്റെ ടൈമിംഗ് കൂടി വേണമല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് ആവേശത്തിന് 3 പിള്ളേരെ കാണുമ്പോ ഭയങ്കര കുറച്ച് ഓവർ ഡൂ ചെയ്യുന്ന പോലെ നോക്കണല്ലോ. മറ്റേ സ്ഥലത്ത് രോമാഞ്ചത്തിൽ ഇതുപോലെ തന്നെ ഓജകൊണ്ട് അടുത്തിരിക്കുമ്പോൾ ഒരേ സമയം ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന നോട്ടങ്ങളുണ്ടാവും. ഇത് ബ്രീഫിലൂടെയാണോ സംഭവിക്കുന്നത്? അതൊക്കെ അറിയാതെ അങ്ങ് ബ്രീഫ് ഉണ്ട്, അതിനനുസരിച്ച് നമ്മള് ഇത് കോമഡി ആവണം എന്ന് വിചാരിച്ചിട്ട് അല്ല ചെയ്യുന്നത്. അപ്പൊ ആ കഥാപാത്രങ്ങൾ ആ മൊമെന്റിൽ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നെ ബ്രീഫിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു അത് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ നമ്മൾ ഞാനൊരു സാധനം ഇടാം ഇപ്പം നിങ്ങൾ ചിരിക്കണം എന്ന് വിചാരിച്ച് ചെയ്താൽ എനിക്ക് തോന്നുന്നു കോമഡി വർക്ക് ആവില്ല എന്ന് തോന്നുന്നു. അത് നമ്മൾ ഒരു കഥാപാത്രത്തോട് ഓണസ്റ്റ് ആയിട്ട് തന്നെ പെരുമാറുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഞാൻ പെട്ടെന്നൊരു റൗണ്ടിലേക്ക് കൊണ്ടുപോകാം. അതിൻ്റെ പേര് സൂക്ഷ്മദർശിനി റൗണ്ട് എന്നാണ്. അതായത് വളരെ സൂക്ഷ്മമായി നോക്കിയാൽ മാത്രം മനസ്സിലാവുന്ന കുറച്ച് ബന്ധങ്ങളുള്ള 2 സിനിമകളെ പറ്റി പറയാം. ഇപ്പൊ നസ്രിയ സിദ്ധാർത്ഥ ഒരു ടീമാണ്, ദീപക് പർബോൾ ആൻഡ് പൂജ മറ്റൊരു ടീമാണ്. ഞാൻ അതൊരു ട്രയൽ പോലെ പറഞ്ഞുതരാം. അതായത് ഒരേ എലമെന്റ് വരുന്ന 2 സിനിമകളുടെ ത്രെഡ് ഞാൻ പറയും. ആ 2 സിനിമകൾ ഏതാണെന്ന് നിങ്ങൾ പറയണം. അതാണ് ഫോർ എക്സാമ്പിൾ. ഓക്കെ, ഒരാൾ പുലിയെ പിടിക്കാൻ ഒരു നാട്ടിൽ വരുന്നു. അയാൾ പുലിയേക്കാൾ പ്രശ്നക്കാരനാവുന്നു. ഒരാൾ അച്ഛനെ കൊന്ന പുലിയെ പിടിക്കാൻ ഇറങ്ങി വേലെറിഞ്ഞ് പുലിയെ പിടിക്കുന്നു. പുലിമുരുകൻ. ട്രയൽസ് പൊളിച്ച് ഇതും വേണമെങ്കിൽ കോമ്പറ്റീഷൻ ആയിട്ട് തുടങ്ങിക്കോ. ശരിക്കും തുടങ്ങാം. കാമുകനെ കാണാൻ വന്ന് ലോഡ്ജ് റൂമിൽ ട്രാപ്പ് ആവുന്ന നായിക. കാമുകനൊപ്പം ഒളിച്ചോടനിറങ്ങി സൈക്കോക്കൊപ്പം വീട്ടിൽ ട്രാപ്പ് ആവുന്ന നായിക. കപ്പേള. ശ്രീമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സിനിമ. ഞാൻ ഒറ്റയ്ക്കാണോ ഈ കളി കളിക്കുന്നത്? എനിക്കൊരു ടീം മെമ്പർ ഇല്ലെന്ന്. ഓക്കെ, ടീം ബി റെഡിയാണോ? ഇത് എളുപ്പമാണ്. പുഴയിലിറങ്ങി വീവാർ ചെരുപ്പ് കഴുകി വരുന്ന നായകൻ. പുഴക്കടിയിൽ വാറ്റുചാരായം ഒളിപ്പിക്കുന്ന പുഴക്കടിയിൽ വാറ്റുചാരായം. അതിന്റെ റീമേക്ക് തമിഴിലുണ്ടല്ലോ മഹേഷിന്റെ, അതായിരിക്കും. ഇത് കുറച്ച് ടഫാ. ഇത് ടീം എക്ക് മാത്രം എല്ലാം ടഫ്. പറ്റില്ലെങ്കിൽ പാസ് ചെയ്യാം. ബൈക്ക് ഇടിച്ച് ഹെഡ്ലൈറ്റ് തെറിച്ചു പോകുമ്പോൾ മരിക്കുന്നത് നിത്യമേനോൻ. ബൈക്ക് ഇടിച്ച് സിനിമയുടെ നടുക്ക് പെട്ടെന്ന് മരിച്ചു പോകുന്നത് ലാലേട്ടൻ. ബാംഗ്ലോഡേഴ്സ്. ബൈക്ക് ഇടിച്ച് സിനിമയുടെ നടുക്ക് പെട്ടെന്ന് മരിച്ചു പോകുന്നത് ലാലേട്ടനാണ്. ഓ, പക്ഷെ നമ്മൾ എത്തി. പ്ലീസ് പ്ലീസ്, ഇതിന് എന്തായാലും പോയിന്റ് ആണ്. പേരറിയോ? പപ്പൻ പ്രിയപ്പെട്ട പപ്പനുണ്ട്. ബാംഗ്ലോഡേഴ്സ്. ഓക്കെ,